മനീഷാപഞ്ചകത്തിൽ ജാഗ്രസ്വപ്ന സുഷുപ്തിഷു എന്ന് തുടങ്ങുന്ന പഞ്ചകത്തിന് മുമ്പായി പഠിക്കപ്പെടുന്നൊരു ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ചണ്ടാളനോട് മാറി നിൽക്കാൻ പറഞ്ഞു ശങ്കരാചാര്യസ്വാമികൾ എന്ന് കഥകൾ മെനഞ്ഞെടുത്ത ആൾക്കാർ ചണ്ടാളൻ ചോദിക്കുന്നതായിട്ട് പറയുന്ന ഒരു വാക്യമായിട്ട് ഈ ശ്ലോകത്തെ മാനിക്കുന്നുണ്ട്. അഥവാ ഭേദബുദ്ധിയെ നിരസിക്കുന്ന ആചാര്യപാദങ്ങളുടെ വാക്യമായിട്ടും ഈ ശ്ലോകത്തെ മാനിക്കാം. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കാൻ ആരംഭിച്ചു. ഗംഗാജലത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രൻ, ചണ്ടാളന്മാർ വിനിയോഗിക്കുന്ന വഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രൻ, ഇവ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? മറുപടി ഇല്ല എന്നാണ്. സ്വർണം കൊണ്ടുണ്ടാക്കിയ കുടത്തിലെ ആകാശം, മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടത്തിലെ ആകാശം, ഇവ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അതിന് മറുപടി ഇല്ല എന്നാണ്. ആകാശം ഏകമാണ്. ഒരിക്കലും ഘടം ആകാശത്തെ പരിമിതമാക്കുന്നില്ല. ഇനി ലോകദൃഷ്ടിയ ഘടാകാശം എന്ന് പറഞ്ഞാൽ പോലും സ്വർണ്ണഘടത്തിലോ മൺകുടത്തിലോ ഉള്ള ആകാശത്തിന് ഭേദമില്ല. അതുപോലെ പ്രത്യക് വസ്തുവിൽ, പ്രത്യേകാത്മാവിൽ എൻ്റെ പ്രത്യേകാത്മാവ് നിൻ്റെ പ്രത്യേകാത്മാവ് എന്ന് വ്യത്യാസമില്ല. ആത്മസ്വരൂപം ഏകമാണ്. അതുകൊണ്ട് പറയുകയാണ്, എങ്ങനെയുള്ളതാണ് പ്രത്യേകാത്മാവ്? നിസ്തരംഗ സഹജാനന്ദാവബോധാംബുധിയാണ്. നിസ്തരംഗമായ, തരംഗങ്ങളില്ലാത്ത, വികൃതികളില്ലാത്ത, യാതൊരുവിധ വികാരഭേദങ്ങളുമില്ലാത്ത, അഥവാ ജന്മ ജരാരോഗമൃത്യു തുടങ്ങിയ ഒരു വികൃതിയുമില്ലാത്ത, തരംഗമില്ലാത്ത, സുഖം ദുഃഖം മാന അപമാനം തുടങ്ങിയ ഭേദങ്ങളില്ലാത്ത, സകല ഭേദങ്ങളെയും നിരസിക്കുന്ന ശബ്ദമാണ് നിസ്തരംഗ ശബ്ദം. അപ്പം നിസ്തരംഗമായ സഹജാനന്ദാവബോധാംബുധിയിൽ, സഹജാനന്ദമാകുന്ന സമുദ്രത്തിൽ, ഇപ്പോൾ തരംഗശബ്ദം വിനിയോഗിക്കുന്നത് അംബുധിയായിട്ട് ഉപമിച്ചത് കൊണ്ടാണ്. അംബുധി സമുദ്രം, സമുദ്രത്തിൽ തരംഗമുണ്ടല്ലോ. അപ്പോൾ ആനന്ദസമുദ്രം, പ്രത്യേകാത്മാവ് ആനന്ദസമുദ്രമാണ്. അളവറ്റ ഭാവത്തെ കാണിക്കാനാണ് സമുദ്രത്തോട് ഉപമിച്ചത്. അപ്പോൾ യാതൊരുവിധ തരംഗങ്ങളും ചലനങ്ങളുമില്ലാത്ത സഹജമായ ആനന്ദസമുദ്രം, സഹജമായ ആനന്ദസമുദ്രം. എന്തെങ്കിലും ചെയ്ത് നേടുന്ന ആനന്ദമല്ല, എവിടെയെങ്കിലും പ്രാപിച്ചു നേടുന്ന ആനന്ദമല്ല, സഹജമായ ആനന്ദം, ആത്മാവിൻ്റെ സ്വതഭാവം, അതാണ് ആനന്ദം. അങ്ങനെയുള്ള ആനന്ദസമുദ്രത്തിൽ വിപ്രോയം, അയം വിപ്രഹ, ഇവൻ ബ്രാഹ്മണനാണ്. അയം ശ്വപചഃ, ഇവൻ ശ്വപജനാണ്. ശ്വപജൻ ശ്വാവിനെ പാകം ചെയ്യുന്നവൻ, ചണ്ടാളൻ, പട്ടിയെ വേവിച്ച് കഴിക്കുന്നവൻ. ഈ ഒരു വിഭേദഭ്രമ കഹ, ഈ ഭേദബുദ്ധി എവിടുന്ന് വരുന്നു? എവിടുന്നാണ് ഈ ഭേദബുദ്ധി വരുന്നത്? ഇത് ബ്രാഹ്മണനാണ്, ഇത് ചണ്ടാളനാണെന്നുള്ള ഭേദബുദ്ധി എവിടുന്ന് വരുന്നു? അതാണ് വിപ്രോയം ശ്വപചോയമിത്യഭിമഹാൻ കോയം വിഭേദഭ്രമ. ഈ വിഭേദഭ്രമം കഹ, എന്താണിത്? ഇതെവിടുന്ന് വരുന്നു? എന്തർത്ഥശൂന്യമാണ്. ഉപാധികളെ ചിന്തിച്ചാൽ വ്യത്യാസമുണ്ടെന്നിരിക്കട്ടെ, ആ ഉപാധികളുടെ വ്യത്യാസത്താൽ ചൈതന്യത്തിന് വ്യത്യാസം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ചൈതന്യത്തിൽ വ്യത്യാസമില്ലെന്നും അത് അഭേദ സ്വരൂപമാണെന്നും കാണിക്കാനാണ് ഗംഗാജലത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രനും ചണ്ടാളവീഥീപയപൂരത്തിൽ, ചണ്ടാളവീഥിയിൽ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രനും ഒരു ഭേദവും ഇല്ലല്ലോ. അതുപോലെ സ്വർണ്ണകലശത്തിൻ്റെ ആകാശത്തിലും മൺകലശത്തിൻ്റെ ആകാശത്തിലും എന്തെങ്കിലും ഭേദമുണ്ടോ? ഇല്ല. ആകാശം ഏകമാണ്. ഇതുപോലെ ശരീരോപാധിയുടെ വ്യത്യാസമനുസരിച്ച് ഇയാൾ ബ്രാഹ്മണനാണ്, ഇയാൾ ശ്വപചനാണെന്ന് പറയപ്പെട്ടാൽ ആ ശരീരഭേദങ്ങളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യത്തിന് ഭേദമുണ്ടോ? ഇല്ല. എന്നിരിക്കെ അയം വിഭേദഭ്രമ മഹാൻ കഹ, ഈ വലിയ വിഭേദഭ്രമം എന്തുകൊണ്ടാണ് വരുന്നത്? മാറി നിൽക്കൂ എന്നാണല്ലോ പറഞ്ഞത്. മാറി നിൽക്കൂ എന്ന് പറയണമെങ്കിൽ മറ്റൊന്നിനെ നികൃഷ്ടമായി കാണണം, ഒന്നിനെ ഉത്കൃഷ്ടമായി കാണണം.
ഈ ഉത്കൃഷ്ട നികൃഷ്ട ഭേദം എവിടുന്ന് വന്നു? ആത്മാവിൽ ഭേദമില്ലല്ലോ. ആത്മാവ് ഏകമാണ്, അദ്വിതീയമാണ്. ആ ആത്മാവാകട്ടെ സഹജാനന്ദാവും അമ്പുധിയാണ്, അവബോധാംബുധിയാണ്. സഹജമായ ആനന്ദത്തിൻ്റെയും അമ്പുധിയാണ്, ബോധത്തിൻ്റെയും. ആനന്ദവും ചിത്തും സഹജമായി തന്നെ നിലനിൽക്കുന്നതായതുകൊണ്ട് സത്തും. അങ്ങനെ സത്തും ചിത്തും ആനന്ദവും എന്ന സ്വരൂപത്തോടു കൂടിയ പ്രത്യേകാത്മാവിൽ എങ്ങനെയാണ് ഭേദകൽപ്പന വരുന്നത്? ഇതാണ് ചോദ്യം. ഇപ്പോൾ രണ്ട് രീതിയിൽ ഈ ചോദ്യത്തെ നമുക്ക് സമീപിക്കാം. ഒന്ന്, ചണ്ഡാളരൂപിയായ ശിവൻ ആചാര്യരോട് ചോദിക്കുന്നതായിട്ട് മനസ്സിലാക്കാം, എങ്ങനെയാണ് ഈ വിഭേദഭ്രമം വരുന്നതെന്ന്. അല്ലെങ്കിൽ ഭേദബുദ്ധിയെല്ലാം അകന്ന ശങ്കരാചാര്യർ ചൊല്ലി ശിഷ്യരെ അടക്കം കേൾപ്പിച്ചുകൊണ്ട് ചൊല്ലിയതായിട്ടും എടുക്കാം. ഈ രണ്ട് രീതിയിലും വ്യാഖ്യാനമുണ്ട്. അതേതു തന്നെയായാലും ഈ ശ്ലോകം അത്യുത്കൃഷ്ടമാണ്, വേദാന്തത്തിൻ്റെ സാരത്തെ നമുക്ക് ബോധിപ്പിക്കുന്നതാണ്. ആ നിലയ്ക്ക് നമുക്കിതിനെ ആദരിക്കാം. എന്നാൽ മനീഷാ പഞ്ചകം എന്ന കൃതി ജാഗ്രസ്വപ്ന സുഷുപ്തിഷു എന്ന് മുതൽക്കാണ് തുടങ്ങുന്നത്. ആ കൃതിക്ക് ഈ ജാതിഭേദത്തിൻ്റെ മറ്റും കുപ്പായ ഇടിയിപ്പിച്ചത് കഥ മെനയുന്നതിൽ സമർത്ഥന്മാരായ നമ്മളാണ്. ആ കഥ അസ്വീകാര്യവുമാണ്. നമുക്ക് എന്താണ് അദ്വൈത ആചാര്യൻ്റെ ഏകത്വബോധം, അത് ക്രമമായി പഠിക്കാം തുടർന്ന് വരുന്ന 5 ശ്ലോകങ്ങളിലൂടെ. അത് അടുത്ത പ്രാവശ്യമാവട്ടെ.